പള്ളിക്കൂടത്തിന്റെ പടി ചവിട്ടാതെ കൊല്ലും കൊലയും ചെയ്ത് ജനങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന ഈ വെള്ളയും ഇട്ട് നടക്കുന്നവർക്കൊന്നും ഈ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി വാങ്ങാൻ നോക്കുന്ന നിങ്ങളെ മനസ്സിലാകില്ല. ഇവരൊക്കെ ജോലി കിട്ടാൻ പിൻവാതിലൂടെ നുഴഞ്ഞു കയറുന്ന ടീമാണല്ലോ. അതുകൊണ്ട് വിഷമിക്കാതിരിക്കൂ, തളരാതിരിക്കൂ, എന്തെങ്കിലും നിങ്ങളുടെ മുന്നിൽ വഴി തെളിഞ്ഞിരിക്കും. കേരളത്തിന്റെ പുറത്തു പോയവർക്കറിയാം നമ്മുടെ നാടിന്റെ പരിതാപകരമായ അവസ്ഥ. എന്നിട്ടും ചിലർക്കത് സമ്മതിച്ചു തരാൻ നല്ല ബുദ്ധിമുട്ടുമുണ്ട്. എന്നാൽ ഒരു 60% ആളുകൾക്ക് നല്ല പോലെ അറിയാം കേരളം ഇന്നൊരു ഭ്രാന്താലയമാണെന്ന്. എന്താണ് ദുബായ് രാജ്യങ്ങളിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അല്ലേ? അവിടെയൊക്കെ എന്ത് ചെയ്താലും അവർ കൈ കെട്ടി കളയും, കണ്ണുകൊണ്ട് കണ്ണും. ഇന്ന് ഇവിടെ അതല്ല, എല്ലാത്തിനെയും വളർത്തിയാണ്. ഇന്ന് 5 പേരൊക്കെ ഉണ്ടെങ്കിൽ നാളെ 6 പേര്. അതുകൊണ്ട് ഇന്ന് ഗവൺമെൻറ്റിന് ഒരു മൈൻഡില്ല ആരൊക്കെ വന്നാലും. വെറുതെ അന്നേരത്തൊന്ന് ഓടി നടക്കും. ഇതോരോ കുട്ടികളെയാണ് കൊല്ലണത്, ഓരോ കുട്ടികളെയാണ് ബലാത്സംഗം ചെയ്യണത്. ഇതൊക്കെ ദയനീയ അവസ്ഥയല്ലേ? അതൊക്കെ ആരുടെ കുറ്റമാണ്? ഗവൺമെൻറ്. അപ്പോൾ ചോദിക്കും ഗവൺമെൻറ്റിനൊന്ന് നോക്കി. അതല്ല, കർശന നിയമം വെക്കണം ഇവിടെ. എന്തുകൊണ്ട് ദുബായി അങ്ങനെ വളരണം? അവിടെ കമ്പൽസറി നിയമമാണ് അവിടെ അല്ലേ? അത് വെക്കണം. അത് വെക്കൂല ഇവിടെ. വെച്ച ആളുകളൊക്കെ നന്നാകും, കറക്റ്റാകും. അപ്പനില്ല ഇവിടെ, അമ്മയില്ല, പെങ്ങന്മാരില്ല, മക്കളില്ല, ആരുമില്ല. അപ്പം അതൊക്കെ സർക്കാർ നോക്കിയാൽ ഈ നാട് നന്നാകും. കേരളം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഇപ്പം ദൈവത്തിൻ്റെ സ്വന്തം ചെറുത്താൻ്റെ നാടാണിത് അല്ലേ? എന്നിട്ട് ദൈവത്തിൻ്റെ നാടെന്നും പറഞ്ഞ് കളിയാക്കണേണ്. ദൈവത്തിൻ്റെ നാടൊന്നുമല്ല. ഒരിക്കൽ നമ്മുടെ വിവേകാനന്ദ പറഞ്ഞിട്ടുണ്ട്, കേരളം ഒരു ഭ്രാന്താലയമാണ്. ഇന്നത് സത്യമായി. ഇതൊക്കെ ഇവിടെ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതിന്റെ ഉത്തരം ഇതാണ്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെയിലും മഴയും കൊണ്ട് ഒരുപാട് സാധുക്കൾ സമരമിരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇവരെ തിരിഞ്ഞു പോലും നോക്കാതെ ഖജനാവിലെ കോടികൾ മുടക്കി പാർട്ടി പരിപാടിയും സ്വിമ്മിംഗ് പൂൾ കെട്ടിയും ഉല്ലസിച്ച് നടക്കുന്ന സർക്കാരാണ് നമുക്കുള്ളത്. അപ്പോ ഈ വിഷയം ഇപ്പോഴല്ലാതെ പിന്നീട് എപ്പോൾ പറയാനാണ്? 1 കൊല്ലം കഴിഞ്ഞ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് നമ്മുടെ പോക്കറ്റ് അടിച്ച് കിട്ടിയ കാശും കൊണ്ട് കേരള സർക്കാരിന്റെ വിജയകരമായ 4ാം വാർഷികാഘോഷം എന്ന പേരുമിട്ട് തുടങ്ങിക്കഴിഞ്ഞു. ഒരു ഉളുപ്പുമില്ലാത്ത മനുഷ്യന്മാർ എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ഞാൻ ഒളിയും മറയുമില്ലാതെ തന്നെ പറയുകയാണ്. കാരണം ഇതൊക്കെ കണ്ടും കേട്ടും മടുത്തു. ഇപ്പൊ നമ്മുടെ ഭാവിയൊക്കെ ഓർത്ത് സത്യം പറഞ്ഞാൽ പേടിയാണ് തോന്നുന്നത്. ലോകം അത്ഭുതത്തോടെ നോക്കുന്ന വികസനത്തിന്റെ ഉത്ഭവ സ്ഥലം എന്നൊക്കെ വായിൽ കൊള്ളാത്ത പല തള്ളുകളാണ് പിണറായി സഖാവ് ഈ ആഘോഷത്തിന്റെ ഉദ്ഘാടന വേളയിൽ തട്ടിവിട്ടത്. അതെ, ലോകം അത്ഭുതത്തോടെ തന്നെയാണ് ഇങ്ങോട്ടേക്ക് കണ്ണും മിഴിച്ചു നോക്കുന്നത്. ഇപ്പോഴും എങ്ങനെ ഈ കേരളത്തിൽ ഇവിടെ മനുഷ്യന്മാർ എങ്ങനെ കഴിച്ചുകൂട്ടുന്നു എന്ന ഭാവത്തിൽ ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോകാൻ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് കേരള സർക്കാരിന്, അതായത് നമ്മുടെ സർക്കാരിന് അറിയില്ലെങ്കിലും സ്വന്തം തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്നവർക്ക് നല്ല പോലെ അറിയാം. പിന്നെ പിണറായി സഖാവ് പറഞ്ഞ ഒരു കാര്യം കൃത്യമാണ് കേട്ടോ. അതായത് കേരളം നല്ലോണം വികസിക്കുന്നുണ്ട്, അത് വളരെ വ്യത്യസ്തമായ രീതിയിലാണെന്ന് മാത്രം. ആ ലിസ്റ്റ് ഞാനിങ്ങ് എടുക്കാം. അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില ഇവിടെ നല്ല രീതിയിൽ തന്നെ വികസിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ലെങ്കിലും ചിലവ് നല്ല രീതിയിൽ കൂട്ടിക്കൊണ്ടുള്ള വികസനവും പ്രശംസനീയം തന്നെയാണ്. ഇനി കെട്ടിട നികുതി, അടിപൊളി വികസനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എടുത്തു പറയാനാണെങ്കിൽ നമ്മുടെ കെട്ടിട പെർമിറ്റ് 60 ഇരട്ടിയാണ് വികസിച്ചത്. എക്സാമ്പിൾ വേണമെങ്കിൽ ഒരു 1600 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ വെക്കണം എന്ന് കരുതുക. ഒരു 25,000 രൂപ മതിയാകും ഈ പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനൊരു ഏകദേശ കണക്കാണ് പറഞ്ഞത്. 2018 500 രൂപയ്ക്ക് അടുത്ത് കൊടുക്കേണ്ട ഇടത്താണ് ഇന്ന് 25,000 രൂപ. സിമ്പിൾ ആണ്, സമാനതകളില്ലാത്ത വികസനം തന്നെ. ഇനി ഈ പെർമിറ്റിന്റെ അപേക്ഷ ഫീസിലും പിശുക്കൊന്നും കാണിക്കാതിരിക്കാൻ അവിടെയും ഒരു 100 ഇരട്ടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു, അതും മാസം തോറും. കൂടാതെ വെള്ളക്കരവും വർദ്ധിപ്പിച്ചു. തീർന്നില്ല, ഭൂനികുതി 50% വർദ്ധിപ്പിച്ചു. പെട്രോൾ ഡീസൽ വിലയിലാകട്ടെ അധിക സെസ്സും ഏർപ്പെടുത്തി. പിന്നെ നമ്മുടെ നാട്ടിലെ ലഹരി ഉപയോഗം മോശമല്ലാത്ത രീതിയിൽ ഇങ്ങനെ വികസിച്ചു വരികയാണ്. പിന്നെ 2025 തുടങ്ങിയപ്പോൾ മുതലുള്ള വാർത്തകൾ അറിയാലോ. അതായത് ക്രമസമാധാന പാലനം അത് ലൈറ്റായിട്ടൊന്ന് പാളിപ്പോയി പോട്ടെ. നമ്മൾക്ക് ഗോൾഡ് മെഡലിന് കേന്ദ്രത്തിലേക്ക് 6ാമത്തെ തവണ അപേക്ഷ കൊടുത്ത പിണറായി സഖാവിന്റെ ദത്തുപുത്രന്മാരെ പോലുള്ള, അതായത് നമ്മുടെ അജിത് കുമാർമാരുടെ ഒരു ചെറിയ തെറ്റ് ക്ഷമിച്ചു വിട്ടേക്കും. എന്തായാലും കേരളം വികസിക്കുന്നില്ല എന്ന് പറയുന്നവരുടെ പരാതി മാറി കിട്ടിയല്ലോ. നല്ല ഒന്നാന്തരം വികസനമല്ല ഇവിടെ നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. തലസ്ഥാന നഗരിയിലെ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരപ്പന്തലുകളുടെ എണ്ണത്തിലും നല്ല മികച്ച വികസനമുണ്ട്. ചെറിയ ഒരു ചാഞ്ചാട്ടം 2 ദിവസം മുമ്പേ ഉണ്ടായിരുന്നു. അത് മറ്റേ വനിതാ CPOമാരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്നപ്പോൾ സംഭവിച്ചൊരു ഇളക്കമായിരുന്നു.
കാലാവധി തീർന്നോണ്ടേ അവര് സമരം അവസാനിപ്പിച്ച് മടങ്ങിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, ആശമാരുടെയും അംഗനവാടി ടീച്ചർമാരുടെയും അങ്ങനെ ഇഷ്ടംപോലെ സമരം അവിടെ ലൈവാണ്. സഖാവ് ഒരക്ഷരം മിണ്ടണില്ലെങ്കിലും അവർ നല്ലോണം മിണ്ടുന്നുണ്ട്. അതായത് നമ്മുടെ സമരക്കാർ സമരം നിർത്തിപ്പോയ ആ സഹോദരിമാരുടെ കണ്ണീര് എന്തായാലും ഈ ആഘോഷത്തിന്റെ തിരക്കിൽ സഖാക്കന്മാരൊന്നും കണ്ടിട്ടില്ലെങ്കിലും അതവിടെ ഉണങ്ങാതെ ഒരു മുറിവായിട്ട് തന്നെ കിടക്കും, ഉറപ്പാണ്. എന്നാലും എങ്ങനെ സാധിക്കുന്നു ഞങ്ങളിങ്ങനെ പറ്റിച്ച് ജീവിക്കാൻ? നമുക്ക് എന്തായാലും ആ സഹോദരിമാരുടെ പ്രതികരണം ഒന്ന് നോക്കാം. CPM നേതാവ് PK ശ്രീമതി പറഞ്ഞത് CPO ഉദ്യോഗാർത്ഥികൾക്ക് ദുർവാശിയാണെന്നാണ്. അവകാശപ്പെട്ട ജോലി ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ദുർവാശിയാകുന്നതെന്ന് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നു. വാക്കുകൾ കൊണ്ട് ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യരുതെന്നും സമരത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും തങ്ങൾ മാത്രമാണെന്നും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് മുക്തി നേടിയെന്നാണ് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ധനമന്ത്രി പറഞ്ഞത്. സർക്കാരിന്റെ വാർഷികം ആഘോഷിക്കാൻ കോടികൾ പൊടിക്കുന്നു. സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാനും പണമുണ്ട്. തെരുവിൽ കിടന്നിട്ട് മന്ത്രിമാരുടെയും CPM നേതാക്കളുടെയും പുച്ഛവും അപമാനവും ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒരു മന്ത്രി ചോദിച്ചത് മീൻ വിൽക്കാൻ പോയിക്കൂടെ, അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലി നോക്കിക്കൂടെ എന്നാണ്. ആരെയും പറഞ്ഞു പറ്റിക്കരുത്. ആത്മാഹുതി ചെയ്താലും പാർട്ടിക്ക് അതൊരു പ്രശ്നമല്ലെന്നാണ് AKG സെന്ററിൽ ആവശ്യം അറിയിക്കാൻ പോയപ്പോൾ നേതാവ് പറഞ്ഞതെന്നും ഉദ്യോഗാർത്ഥികൾ വെളിപ്പെടുത്തി. അല്ലെങ്കിലും പള്ളിക്കൂടത്തിന്റെ പടി ചവിട്ടാതെ കൊല്ലും കൊലയും ചെയ്ത് ജനങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന ഈ വെള്ളയും ഇട്ട് നടക്കുന്നവർക്കൊന്നും ഈ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി വാങ്ങാൻ നോക്കുന്ന നിങ്ങളെ മനസ്സിലാകില്ല. ഇവരൊക്കെ ജോലി കിട്ടാൻ പിൻവാതിലൂടെ നുഴഞ്ഞു കയറുന്ന ടീമാണല്ലോ. അതുകൊണ്ട് വിഷമിക്കാതിരിക്കൂ, തളരാതിരിക്കൂ. എന്തെങ്കിലും നിങ്ങളുടെ മുന്നിൽ വഴി തെളിഞ്ഞിരിക്കും. അവരുടെ കാര്യം അങ്ങനെയായി. ഇനി ആശമാരാണ് നമുക്ക് മുമ്പിലുള്ളത്. അർഹതപ്പെട്ട നീതിക്ക് വേണ്ടി അവർ പൊരുതുകയാണ്. അവരുടെ അവസ്ഥയും ഇങ്ങനെ തന്നെ ആയിരിക്കും, അല്ലാതെ എന്താവാനാണല്ലേ? ഇത് നമ്മുടെ കേരളമല്ലേ, ഇവിടെ ഇങ്ങനെയല്ലേ? എന്തായാലും സംഭവത്തെക്കുറിച്ച് പൊതുജനത്തിന് എന്താണ് പറയാനുള്ളത് എന്നൊന്ന് നമുക്ക് നോക്കാം. ആശാവർക്കർമാരുടെ സമരത്തിനോട് നമ്മുടെ സർക്കാർ പ്രതികരിക്കുന്നില്ല, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സർക്കാർ പ്രതികരിക്കൂല, ഈ സർക്കാർ ഒരിക്കലും പ്രതികരിക്കൂല. ഈ ആശാവർക്കർമാർ നല്ലോണം പ്രവർത്തിക്കേണ്ടത്, നല്ല അഭിപ്രായങ്ങളാണ് അവരെക്കുറിച്ച്. എന്തുകൊണ്ടും നല്ല അഭിപ്രായങ്ങളാണ്. പക്ഷേ അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കണില്ല. സർക്കാരിന്റെ ഈ നയത്തിനോട് എന്താ പറയാനുള്ളത്? സർക്കാരിൻ്റെ നയം ശരിയല്ല. സർക്കാർ മാറണമെങ്കിലും ഈ സർക്കാർ ആവശ്യമില്ല. അവരോട് ശരിക്കും പറഞ്ഞാൽ കാര്യങ്ങൾ അന്വേഷിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഒരു കടമയാണ് അല്ലേ? അപ്പം അത് ചെയ്താൽ നല്ല കാര്യമായിരുന്നു. കാരണം അവരും എന്തെങ്കിലും അവർക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയാലും അവരും നടക്കണം. പിന്നെ അതുപോലെ ജനങ്ങളുടെ ഒരു ക്ഷേമവും കൂടി, ആളുകളുടെ ഒരു കാര്യവും കൂടി അവർ അന്വേഷിക്കുന്നുണ്ട് അല്ലേ? അവർക്ക് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഒരു കടമയാണ്. അത് മാത്രമേ എനിക്ക് പറയാൻ. ഈ പിണറായി സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നിലപാടുകളെ കുറിച്ച് അത് ഒട്ടും ശരിയല്ല. അത് എന്തെന്ന് പറയാനായിട്ടാണ്? അവർ എല്ലാം കൂടി തരാമെന്നും പറഞ്ഞിട്ട് കയറി. ഇപ്പം എന്താ ചെയ്യണത്? പക്ഷെ വേറൊരു കാര്യമുണ്ട്, പാർട്ടിക്കാരൊക്കെ എല്ലാവരും ഒന്നിനോടൊന്നും മെച്ചമൊന്നും പറയാൻ പറ്റില്ല, നല്ലതൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർ അങ്ങോട്ടും കൂടും ഇങ്ങോട്ടും കൂടും. നേരത്തെ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല വെരി ഗുഡായിരുന്നു. അവർ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സത്യത്തിന് വേണ്ടി അവർ പോരാടി. കാരണം ഇന്ന് 1 സെൻറ്റ് ഭൂമി പോലും ഇല്ലാത്തവർക്ക് 10 സെൻറ്റ് ഭൂമിയാണ് അവർ വാങ്ങിച്ചു കൊടുത്തത്. കാരണം ഒരു മരിച്ചു കഴിഞ്ഞാൽ അവരെ ദഹിപ്പിക്കാനും കൂടിയുള്ളൊരു സ്ഥലം അനുവാദം ഉണ്ടായില്ല. പക്ഷെ ആ സർക്കാരല്ല ഇന്ന്, വെറും ബോറായിപ്പോയി അവർ. കാരണം ഇന്നത്തെ ഇന്നത്തെ ഇറങ്ങിയേക്കണ ആ പാർട്ടിക്കാരായ ജനങ്ങളുടെ കുറ്റമാണ്. അതായത് നേതാക്കന്മാരുണ്ടല്ലോ, അവരുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്, അല്ലാണ്ട് ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കും. പക്ഷെ പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ്, എൻ്റെ ഭർത്താവടക്കം കമ്മ്യൂണിസ്റ്റായിരുന്നു, ഞാനും അതിനകത്ത് പ്രവർത്തിച്ചതാണ്. പക്ഷേ ഞങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇപ്പം ഞാൻ ഒന്നിനും നിൽക്കണില്ല. കാരണം പാർട്ടി ശരിയല്ല, പിന്നെ എന്തിനാണ് അങ്ങനെ നിന്നിട്ട്? അതുകൊണ്ട് ഏതൊരു ഭരണം വന്നാലും നന്നായിട്ട് ജനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ച്. ഇന്നിപ്പോൾ ഗ്യാസിന് തന്നെ എത്ര രൂപയായി? ആരെങ്കിലും എന്തെങ്കിലും പറയണ്ടേ? പാവങ്ങൾ, പൈസ ഇല്ലാത്തവരൊക്കെ അപ്പം ചോദിക്കും ഇന്ന് പൈസ ഇല്ലാത്തവരാരും ഇല്ലെന്ന് പറയുന്നു. പക്ഷേ പൈസ ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ട്, അവരാരും അറിയിക്കണമെന്ന് ഇല്ലെന്നേ ഉള്ളൂ അല്ലേ? പക്ഷെ അവരൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോൾ നിത്യം കിട്ടണവരാണ് മിക്കവർക്കും ഉള്ളവർ. അപ്പോൾ അവരൊക്കെ ഇത്രയും ഗ്യാസിനൊക്കെ അല്ലേ? അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡെയിലി ആവശ്യമുള്ള സാധനമാണ് അതൊക്കെ. അതിനൊക്കെ ഇത്രയും വില കൂട്ടണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ചതിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോട് 5-6 പേരെ കൊന്നെന്ന് പറയുന്നു ഒരു വീട്ടിലെ ആൾ തന്നെ. എന്നിട്ട് പറയണു കഞ്ചാവായിരുന്നു, മയക്കുമരുന്നായിരുന്നു. എന്നിട്ട് ഞാൻ നാളെ ഒരു ദിവസം കണ്ട് അവിടെ കണ്ട് ഒരു പാർട്ടി കൂടിയിട്ട് പറയണു ഈ കഞ്ചാവ് വേണ്ടെന്ന് നോക്കണം, കഞ്ചാവ് നിർത്തണം. കഞ്ചാവ് ആര് നിർത്തണം? ഗവൺമെൻറ് നിർത്തണം.
എന്നാലേ ആളുകൾ, അല്ലാണ്ട് ആളുകൾ നിർത്തണം എങ്ങനെയാണ്? ഗവൺമെൻറ് കമ്പൽസറി ആയിട്ട് വരണം. കുടുംബത്തൊക്കെ ഓരോ വീടുകളിലൊക്കെ നടക്കണേ എന്താണ് അല്ലേ? നമുക്ക് സഹിക്കാൻ പറ്റണില്ല കേട്ടിട്ട്. അത്രക്ക് ദയനീയാവസ്ഥയായിപ്പോയി. കാരണം ഗവൺമെൻറ് വെറുതെ നോക്കൂത്തിയായിട്ട് നോക്കി നിൽക്കണുള്ളൂ. അപ്പോൾ ചോദിക്കും അവർക്ക് വന്ന് വീട്ടിൽ കയറി അവരെയൊക്കെ അടച്ചു. അങ്ങനെയല്ല, നിയമം വെക്കണം, കർശന നിയമം അല്ലേ? അല്ലാണ്ട് അടിയന്തരാവസ്ഥയല്ല വെക്കേണ്ടത്. അടിയന്തരാവസ്ഥ വെച്ചിട്ട് എന്തിനാണ്? അതല്ല, കറക്റ്റായൊരു ഭരണം കൊണ്ടുവരണം ഈ നാട്ടിൽ. അത് പിണറായി ആയാലും കൊള്ളാം, കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ആരായാലും. പൊതുജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഈ ചേച്ചിയുടെ പ്രതികരണം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതിന്റെ ഇടയ്ക്ക് കേന്ദ്രത്തെയൊക്കെ സഖാവും കൂട്ടാളികളും ഒക്കെ ആവോളം വിമർശിക്കുന്നുണ്ട്. നമ്മുടെ വിഴിഞ്ഞത്തിന്റെ ഭൂരിഭാഗം ചെലവും വഹിച്ചത് സംസ്ഥാനമാണെന്നാണ് കടമെടുപ്പ് മന്ത്രിയുടെ പ്രതികരണം. അതായത് കേരളത്തിലെ സകല നേട്ടങ്ങൾക്കും കാരണക്കാർ നിങ്ങൾ തന്നെയാണ്, ക്രെഡിറ്റ് മുഴുവൻ അങ്ങെടുത്തോളൂ, ആവോളം ക്രെഡിറ്റുകൾ ഇവിടെ ഉണ്ടല്ലോ. പക്ഷേ അപ്പോഴും ഒരേ ഒരു അപേക്ഷയെ ഞങ്ങൾക്കുള്ളൂ, ഞങ്ങൾ ജീവിക്കാൻ ഒന്ന് അനുവദിക്കണം, കാല് പിടിക്കാം, നിങ്ങളുടെ 10-40 തലമുറക്കുള്ളതായില്ലേ, അതുകൊണ്ട് ഒന്ന് വെറുതെ വിടൂ.